പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെ രാജ്യം ഒരു പൗരന് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പക്ഷേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പ് എവിടെ വരെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നമുക്ക് ആരെങ്കിലും അധിക്ഷേപിക്കുവാനോ അപമാനിക്കുവാനോ അവകാശമുണ്ടോ? പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുക, അപമാനിക്കുക എന്നുള്ളത് ഇന്ന് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലും സ്ഥിതി വിഭിന്നമല്ല. നമുക്കറിയാം, കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ കേരളത്തില് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രധാനമന്ത്രിയെ അപമാനിക്കുകയും പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുകയും പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയിട്ടുള്ള അമ്മയെ അപമാനിക്കുകയും പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. പ്രധാനമന്ത്രിയുടെ തല വെട്ടണമെന്ന് ആഹ്വാനം ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇതൊക്കെ കേരളത്തിൽ നടന്ന സംഭവമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്, ഏതാണ്ട് 10-12 വർഷങ്ങളായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി അധികാരമേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തെ കൂടെ സോഷ്യൽ മീഡിയയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ കൂടി അദ്ദേഹത്തെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടുവരികയാണ്. എന്നാൽ ഇനി അങ്ങനെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്നവർക്കും അപമാനിക്കുന്നവർക്കും അവരൊന്ന് കരുതിയിരുന്നോ, അവരൊന്ന് സൂക്ഷിച്ചോ എന്നാണ് ഇന്നത്തെ ചരിത്രപരമായിട്ടുള്ള ഒരു വിധി പറയുന്നത്. എന്താണ് ആ വിധി, എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഈ സംഭവം, എന്താണ് ഈ കേസ്? മാധവി ബിശ്വാസ് ചക്രവർത്തി അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ, അതേപോലെ തന്നെ ത്രിപുരയിലെ ഒരു മേയറെ കുറിച്ചും അതുപോലെ തന്നെ ത്രിപുരയിലെ മുൻ ഗവർണറെ കുറിച്ചിട്ടും അധിക്ഷേപകരമായിട്ടുള്ള അപമാനകരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനെതിരെ ത്രിപുര പോലീസ് കേസ് എടുത്തു, FIR ഇട്ടു. അവർക്കെതിരെ ഇട്ടിട്ടുള്ള ഈ FIR റദ്ദ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് അവര് ത്രിപുര ഹൈക്കോടതിയെ സമീപിച്ചു. ഈ മാധവി ബിശ്വാസ് ചക്രവർത്തി ത്രിപുര ഹൈക്കോടതിയെ സമീപിച്ചു. അവിടെ വെച്ചിട്ടാണ് ത്രിപുര ഹൈക്കോടതി വളരെ വളരെ കൃത്യമായ രീതിയിൽ ഈ കേസിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം പറഞ്ഞത്. എന്താണ് ത്രിപുര ഹൈക്കോടതി പറഞ്ഞത്? ത്രിപുര ഹൈക്കോടതി കൃത്യമായിട്ടും വ്യക്തമായിട്ടും 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ത്രിപുര ഹൈക്കോടതി പറഞ്ഞത്, അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഓരോ പൗരനും ഉണ്ട്. പക്ഷെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരെയെങ്കിലും അധിക്ഷേപിക്കാനോ അപമാനിക്കാനോ ഉള്ളതല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം പ്രയോഗിക്കേണ്ടത് എന്നാണ് ത്രിപുര ഹൈക്കോടതി ഒന്നാമത് പറഞ്ഞ വ്യക്തമാക്കിയ കാര്യം. ത്രിപുര ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് രണ്ടാമത് പറഞ്ഞു, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രശസ്തിയോ അതേപോലെ അയാളുടെ സ്ഥാനമാനങ്ങളെയോ അപമാനിക്കാനോ അധിക്ഷേപിക്കാനോ വേണ്ടിയുള്ളതല്ല. ഒരു ഭരണാധികാരികളെ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും, പ്രധാനമന്ത്രിയെ വേണമെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ വിമർശിക്കണം എന്നുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന, നിയമം അനുവദിക്കുന്ന ചട്ടക്കൂടിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് വിമർശിക്കാം. നേരെ മറിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കാനോ അപമാനിക്കാനോ അദ്ദേഹത്തിന്റെ പ്രശസ്തിയെ നിങ്ങൾക്ക് അവഹേളിക്കുവാനോ സാധിക്കുകയില്ല എന്ന് ത്രിപുര ഹൈക്കോടതി പറയുന്നു. അതിനുശേഷം ത്രിപുര ഹൈക്കോടതി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്ന കാര്യം, ഈ കേസിൽ ഇട്ടിട്ടുള്ള FIR, അതായത് മാധവി ബിശ്വാസ് ചക്രവർത്തി എന്ന് പറയുന്ന അവര് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള FIR റദ്ദ് ചെയ്യാൻ ത്രിപുര ഹൈക്കോടതി വിസമ്മതിച്ചു. അവരതിന് തയ്യാറായില്ല. എന്നിട്ട് അവര് ത്രിപുര പോലീസിനോടായിട്ട് പറഞ്ഞു, ഈ കേസിൽ വളരെ കൃത്യമായ അന്വേഷണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടക്കണം. അങ്ങനെ നടത്തിക്കൊണ്ട് കൃത്യമായ രീതിയിൽ നിയമ നടപടികളിലേക്ക് പോകണം എന്ന്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയിലേക്ക് പോകണമെന്ന് ത്രിപുര ഹൈക്കോടതി ത്രിപുര പോലീസിനോട് ആവശ്യപ്പെട്ടു, ഉത്തരവിട്ടു. ത്രിപുര ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എന്തുകൊണ്ട് പ്രാധാന്യം അറിയിക്കുന്നു? സോഷ്യൽ മീഡിയയിൽ എന്തും ആകാം എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നവരെയും നേതാക്കളെയും വിമർശിക്കുമ്പോൾ പാലിക്കേണ്ട മാന്യതയും മര്യാദയും അതേപോലെ ചട്ടങ്ങളും ഈ കോടതി അടിവരയിട്ട് പറയുന്നു. അതുപോലെ തന്നെ ത്രിപുര ഹൈക്കോടതിയുടെ വിധി കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്നു, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം, പക്ഷേ അത് അപകീർത്തിപ്പെടുത്തുവാനുള്ള, അധിക്ഷേപിക്കുവാനുള്ള അവകാശമല്ല, വിമർശിക്കുവാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ് എന്ന് കൃത്യമായിട്ട് ഈ വിധി, ഈ ഉത്തരവ്
ഓർമ്മപ്പെടുത്തും. അവസാനമായി വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറയട്ടെ. ത്രിപുര ഈ ഹൈക്കോടതിയുടെ ഈ വിധി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിധിയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പ് അത് എവിടെ വരെയാണെന്ന് ഈ വിധി കൃത്യമായിട്ട് പറയുന്നു. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷേ വിമർശിക്കുമ്പോൾ അത് അധിക്ഷേപിക്കലും അപമാനിക്കലുമായി മാറാൻ പാടില്ല. മാത്രമല്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയമത്തിൻ്റെതായിട്ടുള്ള അതിർവരമ്പുകൾ ഉണ്ടെന്നും ഈ വിധി സൂചിപ്പിക്കുന്നു. അതായത് ഏത് സ്ഥാനത്തിരിക്കുന്നവരെയും അപമാനിക്കാം എന്നുള്ള ചിലരുടെ സോഷ്യൽ മീഡിയ വഴിയുള്ള ചിലരുടെ പ്രവൃത്തി, ആ പ്രവൃത്തിയെ കൃത്യമായിട്ട് ത്രിപുര ഹൈക്കോടതിയുടെ ഈ വിധി ഓർമ്മിപ്പിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയമത്തിൻ്റെതായിട്ടുള്ള പരിധികൾക്കുള്ളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നടത്താൻ സാധിക്കൂ. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരെയും അധിക്ഷേപിക്കാനും അപമാനിക്കുവാനുമുള്ള അവകാശമല്ല എന്ന് കൃത്യമായിട്ട് ത്രിപുര കോടതിയുടെ ഈ വിധി അടിവരയിട്ട് പറയുന്നു. നമസ്കാരം.